നമസ്കാരം. എൻ്റെ പേര് ബോസ് കൃഷ്ണമച്ചാരി. അങ്കമാലിക്കടുത്ത് മങ്ങാട്ടുകര എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. കഴിഞ്ഞ 35 വർഷമായിട്ട് മുംബൈയിൽ താമസിക്കുന്നു. എൻ്റെ കലാവിദ്യാഭ്യാസത്തിനായിട്ട് മുംബൈയിലെ സർ ജെ.ജി. സ്കൂൾ ഓഫ് ആർട്ടിൽ നിന്നും BFAയും Masters in Visual Art Theory and Practice from Goldsmiths College, University of London. Back in Mumbai and works in between Mumbai and Kochi. Last 10 years I've been working in between Mumbai and Kochi. ഈ കൊറോണ കാലത്ത് മുംബൈയിലെ വസതിയിലിരുന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കലാലോകത്തെക്കുറിച്ച് ചെറുതായിട്ട് ഒരു അവതരണം. കലാലോകത്തിലുള്ള പോസിബിലിറ്റീസ്. There are many job opportunities there if we look at it. കലാകാരനാവുക എന്നുള്ളൊരു ജോബിൽ I think in its life itself, I believe that art is life itself and life is art. That kind of belief I have. അപ്പോൾ പക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചത് തന്നെ ജെ.ജി. സ്കൂൾ ഓഫ് ആർട്സിലാണ്. അതുപോലെ തന്നെ ശാന്തിനികേതൻ, ബംഗാളിലെ ശാന്തിനികേതൻ, ബറോഡയിലെ MS യൂണിവേഴ്സിറ്റി, കേരളത്തിൽ തന്നെ 4-5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജ്, തൃപ്പൂണിത്തുറ, മാവേലിക്കര, തൃശ്ശൂരിലെ ഫൈൻ ആർട്സ് കോളേജ്, ലോകത്തിലെ പ്രധാനപ്പെട്ട റോയൽ കോളേജ് ഓഫ് ആർട്ട് ഇൻ ലണ്ടൻ, സെയിൻറ്റ് മാർട്ടിൻസ് കോളേജ് ഇൻ ലണ്ടൻ, ദെൻ CalArts in California, San Francisco Art Institute, then one of the finest is Art Institute of Chicago, Victoria College in Australia, Monash University, അതുപോലെ അങ്ങനെ കുറേ hundreds of thousands of art universities are there. അതുപോലെ തന്നെ അവിടെ പഠിക്കാവുന്നത് കലാനിരൂപകനായിട്ട് പഠിക്കാം, ക്യൂറേഷൻസ് പഠിക്കാം, ചിത്രകാരനും അല്ലെങ്കിൽ ശില്പിയാവാൻ പഠിക്കാം, ചരിത്രകാരനാവാൻ പഠിക്കാം. ഇപ്പോൾ കാണുന്ന എല്ലാ ഗാലറികളിലും there are private galleries as well as മ്യൂസിയങ്ങളിലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മ്യൂസിയങ്ങൾ എന്ന് പറയുമ്പോൾ there are hundreds and thousands of museums around the world. നമ്മുടെ നാട്ടിലധികം സമകാലീന മ്യൂസിയങ്ങൾ ഇല്ലെങ്കിൽ പോലും I think there are many opportunities as curators, as writers, as technical helpers and things like that. There are many opportunities in the museums. ഗാലറികളിലാണെങ്കിൽ ക്യൂറേറ്റേഴ്സായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗാലറി ഡയറക്ടേഴ്സായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Then art residencies എന്ന് പറയുമ്പോൾ there are different kinds of models. റെസിഡൻസികളുടെ തന്നെ ആ സ്ഥാപനങ്ങളിൽ റൈറ്റേഴ്സിനുണ്ട്, ക്യൂറേറ്റേഴ്സ് റെസിഡൻസി ഉണ്ട്, കലാകാരന്മാർക്കുള്ള റെസിഡൻസി ഉണ്ട്, production centers, also art production centers, that's a kind of institutional spaces. സിറ്റർ വർക്കിൽ സ്വിറ്റ്സർലൻഡിലൊരു പ്ലേസിൽ ഞാൻ പോയിരുന്നു. അതുപോലത്തെ അവിടെ ഏത് മെറ്റീരിയലിലും ഏത് മീഡിയത്തിലും നമുക്ക് സ്കൾപ്ചേഴ്സോ ലാർജ് സ്കെയിൽ സ്കൾപ്ചേഴ്സ് അതുപോലത്തെ ഉണ്ടാക്കി തരാനുള്ള പ്ലേസസ് ദേ ഹാവ് ക്രിയേറ്റഡ്. അതുപോലെ തന്നെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കൗൺസിൽ like embassy through, there are quite a lot of embassy through. There are institutions like Cervantes, for example, Spanish speaking people have this cultural center.
Germans ആണെങ്കിൽ ബർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മാക്സ് മുല്ലർ ഭവൻ, then Provincia for Swiss Art Council, Australia Art Council, അങ്ങനെ വളരെയധികം കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എംബസികളുമായിട്ട് ഡിപ്ലോമാറ്റിക് പ്ലേസസിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ദെൻ ഓപ്ഷൻ ഹൗസസ്, ലേല കമ്പനികൾ. ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് സാഫ്രൻ ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കമ്പനിയാണ്. അതുപോലെ തന്നെ സോത്തിബീസ്, ക്രിസ്റ്റീസ്, ഫിലിപ്പ് ഡി പ്യൂറി, ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട യൂറോപ്യൻ അമേരിക്കൻ auction companies are there. As an artist, I don't believe in such institutions, but it is a fact that economy അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത്, there is a kind of power game also with these kind of institutions. They build up by themselves. Then art consultants, it's one of the finest job. You need to have real experience in the art world, like Dr. Jafar Amin is a consultant, for example. There is Andra Zando, he lives in America. There are many art consultants are there. Then art conservation is also another field where artists can work. Conservation is another field of practice. So art conservation is, there are opportunities in great museum spaces, like also in the private places you can find conservation possibilities. ആർട്ട് വേൾഡിൽ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ആർട്ട് ഫെയറുകൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെയർ എന്ന് പറയുന്നത് ബാസലിൽ നടക്കുന്ന ബാസൽ, then Hong Kong Basel, Miami Basel, then Frieze Art, London, FIAC in Paris, Arco in Madrid, then India Art Fair. ഇത് കൊമേഴ്ഷ്യൽ സ്പേസസ് ആണ്. അവിടെ ഗാലറികളുടെ എക്സിബിഷനുകളാണ്. ഗാലറീസ് ഇൻവൈറ്റഡ്, ഗാലറീസ് പെയ്ഡ് exhibitions in 4 to 5 days maximum. These art fairs run. International ആർട്ടുകളും കാണുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ സ്ഥലങ്ങളിൽ ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ആർട്ട് ഫെയർസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബിനാലുകൾ, അല്ലെങ്കിൽ ബിനാലെ പോലുള്ള പ്രൊജക്റ്റുകൾ, ഫെസ്റ്റിവലുകൾ. You can find cutting edge practices happening around the world. നമ്മളുടെ കൊച്ചി മുസസ് ബിനാലെ started in 2012. ആദ്യത്തെ ബിനാലെ was in 1895 from Venice. So ബിനാലെ, ട്രിനാലെ എന്ന് പറഞ്ഞ 3 വർഷത്തിലൊരിക്കൽ 1968 നമ്മുടെ ട്രിനാലെ, ഇന്ത്യയിലെ ആദ്യത്തെ, ലോകത്തിലെ ആദ്യത്തെ ട്രിനാലെ was started by India. then 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഡോക്യുമെൻ്റ് ജർമ്മനിയിൽ കാസൽ എന്ന് പറയുന്ന നഗരത്തിലാണ് അത് നടക്കുന്നത്. ഇതിൻ്റെ what is great about these kind of festivals, they bring so much of wealth, cultural tourism to these spaces. They spent millions of euros, for example 37.5 million euro they spent for the last edition of Documenta in Germany and Athens. Then you can go to art magazines. The best art magazines are published from America and UK, and India we have few of them. This is very important information. Are important when you think about or practicing art. Information gives you certain kind of confidence. That is why I believe that it is important to accumulate information and transfer that into knowledge, transform into knowledge. So Art Forum is one of the finest art magazine published from US.
And then there are many magazines, in like a Freeze Art magazine published from London, Art Review from London, then Art India from India, platform. There are different magazines in India. There is a newspaper, the art newspaper. Every day you get reviews from around the world. There are online magazines as well. The finest is, I would say, eFlex Journal. There are many other, online exhibition spaces also. You can find art exhibition spaces. But as an artist, I believe in physical experiences, so I believe in physical exhibition spaces, like in museums or temporary exhibitions like the Biennales and things like that. So as an artist, it is important, to be socially committed. Art can change the world. Art is like a drug. I believe that a creative city can influence people's life. A creative space can inspire people's life. So I encourage you to know much more about contemporary as well as traditional practices of art. Thank you very much.